ദൈവം ത്രിയേക ദൈവമാണ് എന്നുള്ള വിശ്വാസമാണ് ഇന്ന് നമ്മൾ അപഗ്രഥിക്കാൻ പോകുന്നത്. ട്രിനിറ്റി ഈസ് ആൻ എസെൻഷ്യൽ ഡോക്ട്രിൻ. ഞാൻ വിശ്വസിക്കുന്നത് രക്ഷ നമുക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കണമെങ്കിൽ ട്രിനിറ്റി എന്ന ഉപദേശം ആവശ്യമാണ്. അതല്ലെങ്കിൽ പ്രോപ്പർലി ഒരു സാൽവേഷനോ റീജനറേഷനോ വിശദീകരണമെന്നോ ഒന്നും പറയാൻ നമുക്ക് സാധിക്കില്ല. അത്രമാത്രം നമ്മുടെ നിത്യജീവിതത്തിലെ ഓരോരോ കാര്യങ്ങളുമായി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ഉപദേശമാണ് തൃത്വോപദേശം എന്ന് പറയുന്നത്. എന്താണ് തൃത്വോപദേശം? എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ പ്രധാനമായിട്ടും തൃത്വോപദേശത്തെക്കുറിച്ച് ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് നിർവചിക്കാം. ദൈവം നിത്യമായ അവസ്ഥയിൽ 3 വ്യക്തികളായി, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്ന 3 വ്യക്തികളായി നിലനിൽക്കുന്നു. ഓരോ വ്യക്തിയും പൂർണ്ണ ദൈവമാണ്, എന്നാൽ ഒരു ദൈവമേ ഉള്ളൂ. ഇതൊരു ഒറ്റ നോട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത് വളരെ വിചിത്രമായൊരു ഉപദേശമായിട്ട് തോന്നാം. അതായത് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന 3 വ്യക്തികളുണ്ട്. ഓരോ വ്യക്തിയും ദൈവമാണ്. 3 വ്യക്തികളൊന്നും പോലും പറയാൻ പാടില്ല. ഓരോ വ്യക്തിയും ദൈവമാണ്, ഒരു ദൈവമേ ഉള്ളൂ. അപ്പോൾ ഇത് എങ്ങനെയാണ് നമ്മൾ ഒരു ഉപദേശ രൂപത്തിൽ വേദപുസ്തകത്തിൽ എടുക്കുന്നത്? പല ആളുകളും പറയുന്നത് തൃത്വം എന്നൊരു ഉപദേശം വേദപുസ്തകത്തിൽ ഇല്ല എന്നുള്ളതാണ്. നമുക്ക് തൃത്വം എന്ന് പറഞ്ഞ് നിർബന്ധിക്കേണ്ട കാര്യമില്ല. വാക്ക് അത്ര പ്രസക്തവുമല്ല. നമ്മൾ വേദപുസ്തകത്തിൽ തെളിയിക്കേണ്ടത് തൃത്വം എന്ന വാക്കുണ്ടോ ഇല്ല എന്നുള്ളതല്ല, തൃത്വം എന്ന ഉപദേശം ബൈബിളിലുണ്ടോ എന്നുള്ളതാണ്. ഏകദൈവമാണ് നമ്മുടെ കർത്താവ് എന്നുള്ളത് വേദപുസ്തകത്തിലുണ്ട്. പിതാവിനോട് പുത്രൻ പ്രാർത്ഥിക്കുന്നുണ്ട്. പുത്രൻ ദൈവമാണ് നമുക്ക് വളരെ എളുപ്പത്തിൽ തെളിയിക്കാൻ പറ്റുന്ന കാര്യമാണ്. പരിശുദ്ധാത്മാവ് ദൈവമാണെന്നുള്ള കാര്യത്തിൽ ഒരു ചോദ്യം പോലുമില്ല, കാരണം ദൈവത്തിൻ്റെ ആത്മാവാണ്. അപ്പോൾ പിതാവ് ദൈവമാണെന്നും പുത്രൻ ദൈവമാണെന്നും പരിശുദ്ധാത്മാവ് ദൈവമാണെന്നും നമുക്കറിയാം. ഒരു ദൈവമേ ഉള്ളൂ എന്നും നമുക്ക് ബൈബിളിൽ തെളിയിക്കാം. ഇതിനെയാണ് നമ്മൾ ശരിക്കും തൃത്വ ഉപദേശം എന്ന് പറയുന്നത്. ബൈബിളിലുള്ളൊരു ഉപദേശത്തിന് ഒരു പേര് കൊടുത്തപ്പോൾ ആ പേര് ബൈബിളിൽ ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. വേദശാസ്ത്രപരമായിട്ട് ഉപദേശം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ആ ഒരു പേര് നൽകിയിരിക്കുന്നത്. അപ്പോൾ തൃത്വം എന്ന വാക്ക് ബൈബിളിലായിരിക്കാം, പക്ഷേ തൃത്വം എന്ന ഉപദേശം ബൈബിളിലുണ്ട്. ഈ തൃത്വം എന്നാണ് ഇതിനെ കൺവെൻഷനലി പറയുന്നതെങ്കിലും എനിക്ക് കുറച്ചുകൂടെ താല്പര്യമായി തോന്നുന്ന ത്രിയേകത്വം എന്ന് പറയുന്നതാണ്. തൃത്വം എന്ന് പറയുമ്പോൾ 3 വ്യക്തികൾ എന്ന് മാത്രമേ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുന്നുള്ളൂ. ത്രിയേകത്വം എന്ന് പറയുമ്പോൾ 3 വ്യക്തികൾ, അതിലുള്ള ഏകത്വം, വൺനെസ്, ദൈവം ഒന്നാണ് എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടുകൾ അതിനകത്ത് കാണുന്നുണ്ട്. ഒരേ സമയത്ത് തന്നെ 3 in oneness ഓഫ് ഗോഡ്, ഒരേ സമയത്ത് 3 വ്യക്തികളായി നിലനിൽക്കുന്ന ദൈവം എന്നുള്ളതാണ് ഇതിൻ്റെ ഈ ഒരു അർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ 3 വ്യക്തി, ഇത് ദൈവം നമുക്ക് ഓൾറെഡി നമ്മൾ പഠിച്ചതുപോലെ ദൈവം നിത്യനാണ്, അതുപോലെ സർവ്വവ്യാപിയാണ്, സർവ്വശക്തനാണ്. ഇതെല്ലാം നമുക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം സാധാരണഗതിയിൽ നമ്മൾ പിതാവായ ദൈവത്തോട് ആട്രിബ്യൂട്ട് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ മനസ്സിൽ ചിന്തിക്കുന്നത്. പക്ഷേ ദൈവത്തിൻ്റെ ആട്രിബ്യൂട്ട്സ് എല്ലാം ഓരോ വ്യക്തിക്കും, അതായത് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ഒരുപോലെ ഉള്ളതാണ്. കാരണം ദൈവം എന്ന് പറയുന്നത് എല്ലാം ചേരുന്നതാണ്. ഈ എല്ലാ ഗുണങ്ങളും ദൈവത്തിൽ സമ്മേളിച്ചിരിക്കുന്നു. ഓക്കെ, അപ്പോൾ പരിശുദ്ധാത്മാവും അങ്ങനെ തന്നെ ഓംനി പ്രസന്റ് ആണ്, സർവ്വവ്യാപിയാണ്. പുത്രനും അങ്ങനെ തന്നെയാണ്. അപ്പോൾ എല്ലാ ആട്രിബ്യൂട്ട്സും, നമ്മൾ ഇന്നുവരെ പഠിച്ച എല്ലാ സ്വഭാവ സവിശേഷതകളും പിതാവിന് മാത്രമല്ല പുത്രനും പരിശുദ്ധാത്മാവിനും ഒരുപോലെ നൽകപ്പെടുന്നതാണ്. ബൈബിളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ട്രിനിറ്റി എന്ന ഉപദേശമാണ് പറയുള്ളൂ. കാരണം ദൈവത്തെക്കുറിച്ച് കൃത്യമായൊരു അറിവ് നമുക്കുണ്ടാവുക എന്നുള്ളത് പ്രധാനമാണ്. ഈ ഉപദേശത്തിനകത്ത് എന്തെങ്കിലും പാലിച്ചു വന്നു കഴിഞ്ഞാൽ നമ്മുടെ രക്ഷയുടെ വ്യാഖ്യാനത്തെ അത് ബാധിക്കും. അത് എങ്ങനെയാണ് നമ്മൾ പതുക്കെ മനസ്സിലാക്കും. അതുകൊണ്ട് തൃത്വത്തെക്കുറിച്ചാണ് നമ്മൾ ഇനി ഉള്ള 2 ക്ലാസ്സുകളെങ്കിലും തൃത്വത്തെക്കുറിച്ചായിരിക്കും നമ്മൾ കൂടുതൽ ചിന്തിക്കുന്നത്. നമുക്ക് ഈ വേദപുസ്തകത്തിൽ എവിടെയാണ് ഈ തൃത്വം എന്ന കാര്യമുള്ളത് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യം, നമ്മൾ ഉൽപ്പത്തി പുസ്തകം 1:26 നമ്മൾ പഴയ നിയമം വായിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഈ ദൈവത്തിൻ്റെ ത്രിയേകത്വത്തെക്കുറിച്ചോ ദൈവത്തെക്കുറിച്ച് തന്നെയോ പൂർണ്ണമായ ഒരു വെളിപ്പാടല്ല പഴയ നിയമത്തിലുള്ളത്. ദൈവത്തിൻ്റെ സ്വഭാവങ്ങൾ, ആട്രിബ്യൂട്ട്സ്, ഇതെല്ലാം ശരിക്കും വെളിപ്പെട്ട് വരുന്ന പുത്രനിലൂടെ പുതിയ നിയമത്തിലാണ്. അപ്പോൾ പഴയ നിയമത്തിൽ ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാടുണ്ടെങ്കിലും ആ വെളിപ്പാട് ഭാഗികമാണ്. അതുകൊണ്ട് തന്നെ തൃത്വത്തെക്കുറിച്ചും ഭാഗികമായ വെളിപ്പാട് മാത്രമാണ് പഴയ നിയമത്തിലുള്ളതെങ്കിലും ആ ഉള്ള വെളിപ്പാടുകൾ വളരെ ശക്തമായി സംസാരിക്കുന്ന വെളിപ്പാടുകളാണ്. ഇതിലെ ഉൽപ്പത്തി 1:26 പറഞ്ഞിരിക്കുന്നത്, നമുക്ക് നമ്മുടെ സ്വരൂപത്തിലും സദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം എന്ന് ഉള്ള ദൈവത്തിൻ്റെ ചിന്തയെക്കുറിച്ചാണ്. ഇവിടെ നമുക്ക്, നാം എന്ന് പറയുന്ന ബഹുവചന രൂപം, ഈ ബഹുവചന രൂപം ഒന്നിൽ കൂടുതൽ ആളത്വങ്ങളെ സൂചിപ്പിക്കുന്നു എന്നുള്ളത് ആണ് ഒരു വാദഗതി. ഈ വാദഗതി തെറ്റാണെന്ന് ചിലർ പറയുന്നത്, നമ്മൾ പലപ്പോഴും പഴയകാലത്ത് രാജാക്കന്മാർ പറയുമ്പോൾ നാം അരുളി ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരു പൂജിത ബഹുവചനം, അതായത് ബഹുമാനത്തിനെ സൂചിപ്പിക്കുന്ന ഒരു ബഹുവചനം. ഒന്ന് നീ എന്ന് പറയുന്നതിന് പകരം നിങ്ങളെന്ന് പറയുക, ഒരു സ്ത്രീ ആണെങ്കിൽ അവളെന്ന് പറയുന്നതിന് പകരം അവരെന്ന് പറയുക, ഇതെല്ലാം പൂജിത ബഹുവചനങ്ങളാണ്. അതുപോലെ ദൈവത്തെക്കുറിച്ച് സിംഗുലർ ഒരു ഏകവചനം ഉപയോഗിക്കാതെ ഒരു പൂജിത ബഹുവചനമായി എന്ന് ചില ആളുകൾ പറയാറുണ്ട്. പക്ഷേ ഒരിക്കൽ പോലും എബ്രായ ഭാഷയിൽ അങ്ങനെ ഒരു പൂജിത ബഹുവചനം എന്നൊരു ആശയമേ, ഒരു രാജാവ് പോലും അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല. എബ്രായ ഭാഷയിൽ അങ്ങനെ ഒരു പൂജിത ബഹുവചനം എന്നൊരു പരിപാടി ഒരിക്കലുമില്ല. ചിലർ പറയുന്നു ഈ പൂജിത ബഹുവചനം അല്ല, ഇത് ദേവൻ ഏഞ്ചൽസിനെ കൂടെ ഉദ്ദേശിച്ചാണ്. അപ്പോൾ ഏഞ്ചൽസിനെ കൂടെ ഉദ്ദേശിച്ചാന്ന് പറഞ്ഞു കഴിയുമ്പോഴുള്ള പ്രോബ്ലം എന്താണ്? നാം സൃഷ്ടിക്കുക എന്ന് പറയുമ്പം ഈ ദൂതന്മാരും കൂടെ കൂടിയാണ് നമ്മൾ സൃഷ്ടിച്ചതെന്ന് വരും. അപ്പോൾ എന്തായാലും അവിടെ ഒരു പ്ലൂരാലിറ്റി ഓഫ് പേഴ്സൺസ് നമ്മൾ കാണുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 3 വ്യക്തികളെ, പ്ലൂരാലിറ്റി ഓഫ് ദ പ്രസൻസ് ഓഫ് പേഴ്സൺസ് ഓഫ് ഗോഡ്, പേഴ്സൺസ് ഇൻ ഗോഡ് എന്ന് പറയുന്നതിനെയാണ് അതിനകത്ത് ശരിക്കും ഏറ്റവും ഉചിതമായ വ്യാഖ്യാനം. നമുക്ക് പലപ്പോഴും ഒരു ദുർവ്യാഖ്യാനം അല്ലെങ്കിൽ ഒരു ദുരുപദേശം പ്രൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് വചനങ്ങളെ വളച്ചൊടിക്കേണ്ടി വരും. വളച്ചൊടിക്കാതെ നമ്മൾ നേരെ വായിച്ചാൽ സത്യോപദേശത്തിൽ മാത്രമേ എത്തുകയുള്ളൂ. ഇവിടെ ഇത് വളച്ചൊടിച്ചു കഴിഞ്ഞാൽ ഒരു
ദുരുപദേശത്തിലേക്ക് നമുക്ക് എത്തിക്കാം. എന്നാൽ വളച്ചൊടിക്കാതെ നേരെ വായിച്ചാൽ അത് പത്യോപദേശത്തിലേക്ക് നമ്മളെ എത്തിക്കും. ഓക്കെ, ഇതിനകത്ത് നമ്മളൊരു പൂർണ്ണമായ ഒരു ട്രിനിറ്റിയെ കുറിച്ചൊന്നും യാതൊന്നും ഈ വാക്യത്തിലില്ല. കാരണം നമുക്ക് എന്ന് മാത്രമേ ഉള്ളൂ. എത്ര പേരെന്നോ 2 പേരാണോന്നോ ഒന്നും നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ ശരിക്കും 3:22 പറയുന്നത് മനുഷ്യൻ നമ്മിൽ ഒരുവനെ പോലെ ആയിത്തീരും. അപ്പോൾ ഏതായാലും പൂജിത ബഹുവചനമല്ലോ. നമ്മിൽ ഒരുവൻ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഒരു പൂജിത ബഹുവചനമല്ല. നമ്മിൽ ഒരാളെ പോലെ, നന്മതിന്മകൾ തിരിച്ചറിയാവുന്ന നമ്മിൽ ഒരാളെ പോലെ ആയിത്തീരും എന്ന് പറയുമ്പോൾ കൃത്യമായിട്ടും അത് പൂജിത ബഹുവചനം എന്ന് പറയുന്നതിനേക്കാളും അത് വ്യക്തികളെ തന്നെ കാണിക്കുന്നതാണ്. അതിനകത്ത് ഏഞ്ചൽസ് ഉണ്ടെന്ന് ചിലപ്പോൾ ആർഗ്യൂ ചെയ്തേക്കാം. പക്ഷേ ഈ 2 വാക്യങ്ങളോട് ഒന്നിച്ച് ചേർത്ത് നോക്കിയേ. 1:26 പറയുന്നു നാം നമ്മുടെ സ്വരൂപത്തിൽ സദൃശത്തിൽ മനുഷ്യനെ സൃഷ്ടിക്കാം. അപ്പോൾ സൃഷ്ടിയെക്കുറിച്ച് പറയുന്നു. അപ്പോൾ അതിന് ദൂതന്മാർ വരാൻ പാടില്ല. കാരണം ദൂതന്മാരല്ല നമ്മളെ സൃഷ്ടിച്ചത്. സൃഷ്ടി എപ്പോഴും ദൈവമാണ് ചെയ്യുന്നത്. സംപൂജിത ബഹുവചനമാണെന്ന് വിചാരിച്ചോ. അങ്ങനെ നിങ്ങളൊരു ആർഗ്യുമെന്റ് ഉണ്ടാക്കുകയാണെങ്കിൽ ഈ 3:22 വരുമ്പോൾ അവിടെ മനുഷ്യൻ നമ്മിൽ ഒരുവനെ പോലെ എന്ന് പറയുമ്പോൾ എന്തായാലും സംപൂജിത ബഹുവചനമല്ല. അപ്പോൾ അങ്ങനെ അല്ലാതെ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഏറ്റവും 2 വാക്യങ്ങൾ ഒന്നിച്ച് വായിക്കുമ്പോൾ ഏറ്റവും നല്ല എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഒരു ദൈവത്വത്തിലുള്ള പ്ലൂറാലിറ്റി, ബഹുവചനം തന്നെയാണ്. അതായത് ഒന്നിൽ കൂടുതൽ വ്യക്തികൾ എന്നുള്ള സജഷൻ തന്നെയാണ് അവിടെ കൃത്യമായിട്ട് വരുന്നത്. യെശയ്യാവ് 6:8 പറയുന്നു നാം ആരെ അയക്കേണ്ടു ആർ നമുക്ക് വേണ്ടി പോകും. ഇതും ഒരു കളക്റ്റീവ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ദി ട്രിനിറ്റി ആയിട്ട് നമുക്ക് ചിന്തിക്കാം. അതുപോലെ തന്നെ ഉൽപ്പത്തി തന്നെ 11:7 വരുവിൻ നാം ഇറങ്ങിയവരുടെ ഭാഷയെ കലക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഈ പ്ലൂറാലിറ്റി, ഗോഡ് ഹെഡിലുള്ള പ്ലൂറാലിറ്റിയെ കുറിക്കുന്ന വാക്യങ്ങളാണ്. പലപ്പോഴും നമുക്കറിയാം ഈ വേദപുസ്തകത്തിൽ ഒരു ഉപദേശം സ്ഥാപിക്കാൻ ഇങ്ങനെയുള്ള ചില വാക്യങ്ങൾ മാത്രം പോരാ എന്നുള്ളത് നമുക്കറിയാം. ഇത് പരാമർശങ്ങളിലൂടെ പോകുന്ന വാക്യങ്ങളാണ്. ഒരു ഉപദേശം സ്ഥാപിക്കാൻ വേണ്ടി എഴുതിയ വാക്യങ്ങളല്ല, പരാമർശങ്ങളാണ്. പക്ഷേ പരാമർശങ്ങൾ 1 അല്ല 2 അല്ല 3 അല്ല 4 അങ്ങനെ വന്നു കഴിയുമ്പോഴേക്കും അതെല്ലാം കൂടെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം, ദൈവത്തിനൊരിക്കലും ഈ വ്യക്തികൾ, അതായത് ഒരു കോംപ്ലക്സിറ്റി ഓഫ് പേഴ്സൺസ് തീർച്ചയായിട്ടും ദൈവത്വത്തിലുണ്ട്. മനുഷ്യനെ പോലെ ഒരു യൂണിറ്ററി വണ്ണസ് അല്ല ദൈവത്തിൻ്റെത്. കാരണം മനുഷ്യൻ ലിമിറ്റഡ് ആണ്. നമുക്കറിയാം ഹോളി 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 എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അൺലിമിറ്റഡ്നെസ്സിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ ത്രിയേകത്വം എന്ന് പറയുന്ന ദൈവത്തിൻ്റെ അൺലിമിറ്റഡ്നെസ്സിനെ ഇൻഫിനിറ്റിയാണ് കാണിക്കുന്നത്. 3 വ്യക്തികൾ എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ വ്യക്തിത്വം ഒതുക്കാവുന്ന ഒന്നല്ല എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. അത് ശരിക്കും പറഞ്ഞാൽ ദൈവത്തെ മനുഷ്യനെ ഒരു ഇക്വലൻ്റ് ആയിട്ട് കാണുന്നതുകൊണ്ടാണ് അതെങ്ങനെയാണ് 3 ഒന്നാകുന്നത്, 1 3 ആകുന്നത് നമ്മൾ ചോദിക്കുന്നത്. കാരണം നമുക്ക് എപ്പോഴും ആന്ത്രോപോമോർഫിക്, അതായത് മാനുഷിക ഭാഷ മാത്രമേ നമുക്ക് വശമാവുകയുള്ളൂ. അതുകൊണ്ട് നമ്മളെപ്പോഴും ദൈവത്തെ കാണുന്നത് നമ്മുടെ കണ്ണിലൂടെ, നമ്മുടെ ചിന്തകളിലൂടെയാണ് ദൈവത്തെ കാണുന്നത്. എന്നാൽ അങ്ങനെയല്ല, ദൈവത്തിൻ്റെ വചനത്തിലൂടെ മാത്രം ദൈവത്തെ കാണുവാൻ നമ്മൾ പരിശീലിക്കണം. അപ്പോൾ നമ്മുടെ ആശയങ്ങളെ വിട്ട് കളഞ്ഞിട്ട് ദൈവത്തിന് മുമ്പിൽ ഒരാശയമില്ലാത്തൊരു ശിശുവിനെ പോലെ ചെന്ന് നിന്നിട്ട് ഈ വേദപുസ്തകത്തിൽ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ടും ദ പ്ലൂറാലിറ്റി ഓഫ് പേഴ്സൺസ് ഇൻ ഗോഡ് ഹെഡ് നമുക്കിവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ അനേകം വാക്യങ്ങൾ നമുക്ക് പഴയ നിയമത്തിൽ സങ്കീർത്തനം 45 മിക്കവാറും വിവാഹത്തിനൊക്കെ എല്ലാവരും വായിക്കുന്ന ഒരു സങ്കീർത്തനമാണ്. പുത്രനെ കുറിച്ച് പറയുന്നതിൻ്റെ സിംഹാസനം എന്നേക്കും സ്ഥിരമായിരിക്കുന്ന എബ്രായ ലേഖനത്തിൽ വീണ്ടും ആവർത്തിക്കുന്ന കുറേ വാക്യങ്ങളാണ്. അപ്പോൾ യുവർ ത്രോൺ വിൽ ലാസ്റ്റ് ഫോർ എവർ ആൻഡ് എവർ എന്ന് പറയുമ്പം അത് തീർച്ചയായിട്ടും മനുഷ്യനെ സംബന്ധിക്കുന്നതല്ല, അത് ദൈവത്തെ തന്നെ സംബന്ധിക്കുന്നതാണ്. അവിടെ എഴുത്തുകാരൻ പറയുന്നത് ദൈവമേ നിന്റെ ദൈവം എന്നാണ്. അപ്പോൾ ദൈവമേ നിന്റെ ദൈവം, അപ്പോൾ ദൈവത്തോട് പറയാണ് നിന്റെ ദൈവം. അപ്പം ഡെഫിനറ്റ്ലി സ്പീക്സ് അബൌട്ട് ദ പ്ലൂറാലിറ്റി ഓഫ് പേഴ്സൺസ്, ഒന്നിൽ കൂടുതൽ ആളുകൾ, പ്ലൂറാലിറ്റി അല്ലെ ബഹുവചനം. അപ്പോൾ ദൈവം എന്ന് വിളിച്ചിരിക്കുന്ന 2 വ്യക്തികളെയാണ് ഇവിടെ. എവിടെയാണ്? 45:7, അത് സങ്കീർത്തനം 45:7. യുവർ ത്രോൺ ഓ ഗോഡ് ഈസ് ഫോർ എവർ ആൻഡ് എവർ. അപ്പോൾ പുതിയ നിയമത്തിൽ അത് ദൈവമേ നിന്റെ സിംഹാസനം എന്നേക്കും സ്ഥിരമായിരിക്കുന്നെന്ന് ദൈവം, പിതാവായ ദൈവം പുത്രനായ ദൈവത്തോട് പറയുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഈ കർത്താവ്, ദ ലോർഡ് സേസ് ടു മൈ ലോർഡ്, സങ്കീർത്തനം 110:1 ദാവീദ് പറയുന്നു, കർത്താവ് എൻ്റെ കർത്താവിനോട് എൻ്റെ വലതുഭാഗത്ത് ഇരിക്കുക, നിന്റെ ശത്രുക്കൾ നിനക്ക് പാദപീഠമാകുവോളം നീ എൻ്റെ വലതുഭാഗത്ത് ഇരിക്കുക എന്ന് കർത്താവ് എൻ്റെ കർത്താവിനോട് അരുളി ചെയ്യുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദാവീദ് പറയാണ് കർത്താവ് എൻ്റെ കർത്താവിനോട് അരുളി ചെയ്യുന്നു. എത്ര വലിയ റെവലേഷനാണത്. നീ എനിക്ക് നിന്റെ ശത്രുക്കൾ നിനക്ക് പാദപീഠമാകുവോളം നീ എൻ്റെ വലതുവശത്ത് ഇരിക്കുക. ഓക്കെ, ഇപ്പോൾ ഈ ലോഡ് എന്നുള്ളത് 2 ലോഡ്, ദ ലോർഡ് സേസ് ടു മൈ ലോഡ്. അപ്പോൾ ആദ്യത്തെ ലോഡ് പറയുന്ന ലോഡ് കർത്താവ് പിതാവായ ദൈവമാണെങ്കിൽ, രണ്ടാമത് മൈ ലോഡ് എന്ന് പറയുന്ന ആരെയാണ്? അപ്പോൾ പിതാവ് ആരോടാണ് സംസാരിച്ചത്? തീർച്ചയായിട്ടും അവിടെ ആ സംസാരം കേൾക്കാൻ ഒരാളുണ്ട്, അത് എൻ്റെ കർത്താവാണെന്ന് പറയുന്നു. അത് തീർച്ചയായിട്ടും ദാവീദല്ല, ദാവീദിൻ്റെ കർത്താവാണ്. ദാവീദിൻ്റെ കർത്താവ് ആരാണ്? നമുക്കറിയാം, അത് യേശു കർത്താവ് മാത്രമേ ആകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത് ആരാണ് ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നത്? ദൈവം ഒരു സിംഹാസനത്തിലിരിക്കുന്നു, വലതുഭാഗത്ത് ഒരാളിരിക്കുന്നു. ദൈവമല്ലാതെ ആർക്കാണ് ദൈവത്തോടൊപ്പം സിംഹാസനത്തിൽ ഇരിക്കാൻ പറ്റുന്നത്? സകല സൃഷ്ടിയും അവൻ്റെ മുമ്പിൽ വീണെടുക്കുകയുള്ളൂ, സകല സൃഷ്ടിയും അവന് കുമ്പിടുകയുള്ളൂ. വേണമെങ്കിൽ മുമ്പിൽ വന്നിരിക്കാമായിരിക്കാം കർത്താവ് ഇരിക്കാൻ പറഞ്ഞാൽ. ഇതൊക്കെ ആന്ത്രോപോമോർഫിസമാണ്, മനുഷ്യ ലാംഗ്വേജാണ്. പക്ഷേ ദൈവത്തോടൊപ്പം സിംഹാസനത്തിൽ അവൻ്റെ വലതുഭാഗത്തിരിക്കുന്ന ആൾ ദൈവമല്ലാതെ എങ്ങനെയായിരിക്കും? കാരണം ദൈവത്തിന് അങ്ങനെ ഇരിക്കാൻ പറ്റും. 3 പേഴ്സൺസ് 1 ഗോഡ്, ഒരു ദൈവം. ഈ ഒരു ദൈവം എന്നുള്ള കാര്യം ഇതുമായിട്ട് എങ്ങനെയാണ് കണക്ട് ആകുന്നത് എന്നുള്ള കാര്യം ബൈബിൾ വ്യക്തമാക്കുന്നുണ്ട്. ഇവിടെ പറയുന്നത് പലപ്പോഴും പരീശന്മാരും ശാസ്ത്രിമാർ യേശു ക്രിസ്തുവോട് സംസാരിക്കുമ്പോൾ യേശു കർത്താവ് ദൈവത്തോട് തന്നെ തുല്യനാക്കിയതായി അവർക്ക് തോന്നിയിരുന്നു. അപ്പോൾ
അവിടെയെല്ലാം ഈ വാക്യങ്ങൾ പലപ്പോഴും കോട്ട് ചെയ്യുമ്പോഴും യഹൂദന്മാർ ദൈവത്തിന്റെ പ്ലൂറാലിറ്റി അംഗീകരിക്കാൻ ഒരു കാരണവശാലും സമ്മതിച്ചിരുന്നില്ല. അപ്പോൾ ഇനി പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ വ്യക്തിത്വത്തെക്കുറിച്ച് യെശയ്യാവ് 63:10 പറയുന്നു, ദൈവത്തിന്റെ ജനം ദൈവത്തിനെതിരെ തിരിഞ്ഞു, ദൈവത്തിന്റെ ആത്മാവിനെ ദുഃഖിപ്പിച്ചു. യെശയ്യാവ് 63:10 പറയുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവ് ദുഃഖിക്കുന്ന ആത്മാവാണ്. ദൈവത്തിൽ നിന്ന് വ്യത്യസ്തമായി ആത്മാവിനെ ദുഃഖിപ്പിക്കുന്നത് പ്രത്യേകമായിട്ടാണ് പരാമർശിക്കപ്പെട്ടിരിക്കുന്നത്. പരിശുദ്ധാത്മാവിനെ ഇമോഷണലി കണക്ട് ചെയ്യാൻ പറ്റുമെന്നും ഇമോഷണൽ കേപ്പബിലിറ്റീസ്, അതായത് വൈകാരികമായ കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് പ്രത്യേകമായി കടന്നു പോകുന്നു നമുക്കറിയാം. യേശുക്രിസ്തു തന്നെ ഒരിക്കൽ പറഞ്ഞു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെതിരെയുള്ള പാപം. അപ്പം ദ ഫാദർ ആൻഡ് ദ സൺ ആൻഡ് ദ ഹോളി സ്പിരിറ്റ് നമുക്ക് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് കാണാൻ പറ്റും. മലാഖിയുടെ പുസ്തകത്തിൽ പറയുന്നു, ദ ലോർഡ് ഹൂം യു സീക്ക് ഷാൽ സഡൻലി കം ടു ഹിസ് ടെമ്പിൾ. മലാഖി 3:1-2 വാക്യങ്ങൾ. നിന്റെ രാജാവ്, നിന്റെ കർത്താവ് പെട്ടെന്ന് ആലയത്തിലേക്ക് വരും എന്ന് ദൈവം അരുളി ചെയ്യുന്നു. അവൻ വരുമ്പോൾ നിൽക്കാൻ പറ്റുന്നത് ആർക്ക് എന്നൊരു ചോദ്യം അവിടെ ചോദിക്കുന്നുണ്ട്. മലാഖി 3:1-2 വാക്യങ്ങൾ തൃത്വത്തിന്, അതായത് അറ്റ്ലീസ്റ്റ് പിതാവിനെയും പുത്രനെയും വ്യത്യസ്തമായി കാണുന്ന ഒരു വാക്യമാണ്. അത് രണ്ടും കർത്താവൻ എന്ന വാക്ക് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെ അനേകം വാക്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ദൈവം ഓശയ്യായുടെ പുസ്തകം 1:7 പറയുന്നതും അങ്ങനെ തന്നെയാണ്. ദൈവം അരുളി ചെയ്യുന്നു, നിന്റെ കർത്താവായ ദൈവത്തിന്റെ നാമത്തിൽ ഞാൻ നിന്നെ വിടുവിക്കും. അപ്പോൾ ഇവിടെ എല്ലാം വൺ ലോഡ് സ്പീക്കിംഗ് അബൌട്ട് ദ അതർ ലോഡ്. ഒരു കർത്താവ് വേറൊരു കർത്താവിനെ കുറിച്ച് പറയുന്നു. പക്ഷെ ഒരു കർത്താവേ ഉള്ളൂ, വൺ ഗോഡ് ഇൻ 3 പേഴ്സൺസ്. ഇതാണ് തൃത്വോപദേശം ഉണ്ടാകുന്ന അനേകം വാക്യങ്ങൾ. നമ്മൾ പഴയ നിയമത്തിൽ നോക്കുമ്പോൾ നമ്മൾ ഇഗ്നോർ ചെയ്ത് വിട്ട് കളഞ്ഞിരിക്കുന്ന അനേകം വാക്യങ്ങളിലും ഈ ദൈവത്തിന്റെ പ്ലൂറാലിറ്റി ഓഫ് പേഴ്സൺസ് നമുക്ക് കാണാൻ സാധിക്കും. ഇതൊന്നും അവഗണിക്കാൻ നമുക്കൊരു വേദശാസ്ത്രത്തിൽ സാധിക്കില്ല. അതുകൊണ്ടാണ് റീഫോർമേഷന്റെ കാലം, നവീകരണത്തിന്റെ കാലത്തായാലും പിന്നീട് എപ്പോഴായാലും ഈ തൃത്വോപദേശം വളരെ കൃത്യമായ ഒരു ഉപദേശമായി പ്രൊട്ടക്ഷൻ സഭകളും ഇവാഞ്ചലിക്കൽ സഭകളും ലോകത്തെമ്പാടുമുള്ള ജനറൽ ട്രഡീഷൻസിലുള്ള എല്ലാ ചർച്ചകളും അംഗീകരിക്കാനുള്ള കാരണം ഇത്രയും വലിയ എവിഡൻസ് അനേകം വചനങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന ആ എവിഡൻസിനെ നിഷേധിക്കാൻ സാധിക്കില്ല എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ അനേകം വാക്യങ്ങൾ അങ്ങനെ പറയുന്നുണ്ട്. അതുപോലെ യെശയ്യാവിന്റെ 48:16 നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. അവിടെ ദൈവദാസൻ പറയുകയാണ്, യെശയ്യാവ് എന്ന് നമുക്ക് വിചാരിക്കാം. യെശയ്യാവ് ഇങ്ങനെ പറയുന്നു, നിങ്ങൾ അടുത്തു വന്നത് കേൾപ്പിൻ, ഞാൻ ആദ്യം മുതൽ രഹസ്യത്തിലല്ല പ്രസ്താവിച്ചിട്ടുള്ളത്, അതിൽ ഉത്ഭവകാലം മുതൽ ഞാൻ അവിടെയുണ്ട്. ഇപ്പോഴോ യഹോവയായ കർത്താവ് എന്നെയും തന്റെ ആത്മാവിനെയും അയച്ചിരിക്കുന്നു. അപ്പൊ എന്നെ അയച്ചിരിക്കുന്നവരെ ദൈവം എന്ത് ചെയ്തിരിക്കുന്നു? ദൈവം തന്റെ ആത്മാവിനെയും അയച്ചിരിക്കുന്നു. അപ്പോൾ ആത്മാവിനെ അയച്ചു കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അതൊരു ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട്, ദൈവത്തിൽ നിന്ന് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് ഒരാളെ അയക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അത് തൃത്വത്തെ സൂചിപ്പിക്കുന്ന, അതായത് പരിശുദ്ധാത്മാവിന്റെ വ്യതിരിക്തതയെ സൂചിപ്പിക്കുന്ന ഒരു വാക്യമാണ്. അങ്ങനെയുള്ള അനേകം വാക്യങ്ങൾ ബൈബിളിൽ ത്രൂ ഔട്ട് ഉണ്ട്. ഉൽപ്പത്തി 16 ഉണ്ട്, പുറപ്പാട് 3 ഉണ്ട്. ഇങ്ങനെ പല സ്ഥലങ്ങളിലും ഈ ദൈവത്തിന്റെ പ്ലൂറാലിറ്റി ഓഫ് പേഴ്സൺസിനെയും അതുപോലെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനെ സെപ്പറേറ്റ് ആയിട്ട് കാണിക്കുന്നതായിട്ടുള്ള വാക്യങ്ങളുണ്ട്. ഒരു ദൈവദൂതനെ ലോർഡ് എന്ന് വിളിക്കുന്നതായിട്ട് നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ സാധിക്കില്ല. കാരണം കർത്താവ് എന്നുള്ള വിളി ദൈവത്തിന് മാത്രമുള്ളതാണ്. ഈ പഴയ നിയമത്തിൽ പല സ്ഥലത്തും ഏഞ്ചൽ ഓഫ് ദ ലോർഡ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഒരു ഏഞ്ചലിക് ബീയിങ് ആകണം നിർബന്ധമില്ല, സന്ദേശമായി വരുന്ന ആരുമാകാം. അപ്പോൾ ലോർഡ്, കർത്താവ് എൻ്റെ അടുത്ത് വന്നു എന്ന് പറയുന്നതും ഏഞ്ചൽ എന്ന് പറയുന്നതും ഇടകലർത്തി ഉപയോഗിച്ചിരിക്കുന്നത് നിങ്ങൾ പല സ്ഥലത്ത് കണ്ടിട്ടുണ്ടാവും. പ്രിയ സഹോദരങ്ങളെ, ആദ്യം ഞാൻ വിചാരിച്ചിരുന്നത് ഈ ലോർഡ് എന്ന് വിളിക്കുന്നത് ഏഞ്ചലിനെയാണെന്നാണ്. ഏഞ്ചൽ എന്നുള്ള വാക്ക് ഏങ്കലോസ് എന്ന് ഗ്രീക്കിൽ പറയുന്ന വാക്കിന് മെസ്സഞ്ചർ എന്നാണ് ശരിക്കുള്ള അർത്ഥം. മെസ്സേജുമായിട്ട് വന്നയാൾ. എൻ്റെ കർത്താവെ എന്നൊരാളെ വിളിക്കണമെങ്കിൽ കർത്താവായിരിക്കണം. ദൈവമായ കർത്താവ് ഞാനാകുന്നു എന്ന് പറയുന്ന പോലെ ദൈവത്തെ അല്ലാതെ വേറെ ആരെയും കർത്താവെ എന്ന് വിളിക്കാൻ സാധിക്കില്ല. ഇപ്പോൾ ദ ലോർഡ് എന്നുള്ള വിളി പ്രത്യേകിച്ച് അത് ഈ സൃഷ്ടിയെ സൂചിപ്പിക്കുന്നതാകാൻ സാധ്യതയില്ല എന്നുള്ളതാണ്. ഇതൊക്കെ സെക്കൻഡറി എവിഡൻസസ് ആണ്. അനേകം വാക്യങ്ങൾ നമ്മുടെ ബൈബിളിലുള്ള അനേകം വാക്യങ്ങളിലൂടെ പഴയ നിയമത്തിൽ ഈ വ്യത്യസ്തമായ സൂചനകൾ, അതായത് ദൈവത്തിന്റെ പ്ലൂറാലിറ്റി ഓഫ് പേഴ്സൺസിനെ കുറിച്ചും അതുപോലെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സെപ്പറേറ്റായി എക്സിസ്റ്റ് ചെയ്യുന്നതിനെക്കുറിച്ചും നമ്മൾ കാണുന്നുണ്ട്. ഒരു ദൈവം ആയിരിക്കെ തന്നെ 3 വ്യക്തികളായി വ്യത്യസ്തമായി പഴയ നിയമത്തിൽ നമുക്ക് ഈ റെവലേഷനിലൂടെ കാണാം. ഞാൻ ഈ വാക്യങ്ങളുടെ എവിഡൻസ് പറയുന്നത് അത് തൃത്വത്തെക്കുറിച്ച് ഇത്രയും സംശയങ്ങളുള്ളതുകൊണ്ടാണ്. തിയോളജിക്കലി എന്താണ് തൃത്വോപദേശമെന്ന് ഇതിന് ശേഷം നമ്മൾ പ്രസ്താവിക്കുന്നതായിരിക്കും, ഈ വാക്യങ്ങളുടെ തെളിവുകൾ കണ്ട ശേഷം. ഇനി പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ വളരെ വ്യക്തമായ വെളിപ്പാട് തൃത്വത്തെക്കുറിച്ചുണ്ട്. കുറച്ചുകൂടെ ക്ലിയർ ആയിട്ടുള്ള ഒരു വെളിപ്പാട് നമുക്ക് പുതിയ നിയമത്തിൽ കാണാൻ പറ്റും. ദൈവത്തിന്റെ ട്രിനിറ്റേറിയൻ നേച്ചർ, അതായത് 3 വ്യക്തികൾ എന്നുള്ള ആ ഒരു കാര്യം പുതിയ നിയമത്തിലാണ് കുറച്ചും കൂടെ വ്യക്തമായിട്ട് കാണുന്നത്. നമ്മൾ യേശു കർത്താവ് സ്നാനപ്പെടുന്ന സമയത്ത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒരേ പ്ലാറ്റ്ഫോമിൽ, ഒരേ സ്ഥലത്ത് നമുക്ക് കാണാം. പിതാവിന്റെ ശബ്ദം, പരിശുദ്ധാത്മാവിന്റെ ഇറങ്ങി വരവ്, അതുപോലെ പുത്രന്റെ ഫിസിക്കൽ പ്രസൻസ്, ഇത് 3 നമുക്ക് ഒരേ സമയത്ത് കാണാവുന്ന ശരിക്കും യേശുക്രിസ്തുവിന്റെ സ്നാനത്തിന്റെ സമയത്താണ്. മത്തായിയുടെ സുവിശേഷം 22:19 പറയുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾ ജാതികളെല്ലാം ശിഷ്യരാക്കി അവരെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ച് ശിഷ്യരാക്കാനാണ്. അതായത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമങ്ങളിലല്ല, നാമത്തിൽ എന്നാണ്. ഒരു നാമമാണ്, അപ്പം ഒരു നാമമേ ഉള്ളൂ. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന വിവിധ നാമങ്ങളല്ല. ഗോഡ്, ലോർഡ്, അങ്ങനെയുള്ളൂ. ഒരു വ്യക്തി എന്നല്ല, ഒരു ദൈവമാണ് ഗോഡ്, അത്രയേ ഉള്ളൂ. ഒരു നാമം, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. ഈ ഒരു വാക്യം സൂചിപ്പിക്കുന്നത് തൃത്വത്തെയാണ്, അതായത് ത്രിയേക ദൈവം എന്ന ആശയത്തെയാണ്. ഒരു നാമം, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, 3 വ്യക്തികൾ. അതുപോലെ പിതാവായ ദൈവം, പുത്രനായ ക്രിസ്തു എന്ന് നമുക്ക് പല സ്ഥലത്തും കാണാം. അതുപോലെ കർത്താവായ യേശു മിശിഹാ എന്നും പിതാവായ ദൈവമെന്നും
നമ്മൾ 2 കൊരിന്ത്യർ 13:14 ഇങ്ങനെ പറയുന്നു, കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നാം അവരോടും കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. അപ്പോൾ ഇതിനകത്ത് കൃപ ആരുടേതാണ്? പുത്രന്റെ കൃപയും പിതാവിന്റെ സ്നേഹവും. എന്നാലോചിച്ച് നോക്കിയാൽ പുത്രന്റെ കൃപ, കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും, ദ ലോർഡ്സ് ഗ്രേസ് ആൻഡ് ഗോഡ്സ് ലവ്. നിങ്ങൾ എന്താ ഇത് മനസ്സിലാക്കുന്നത്? ഈ കൃപ എവിടെ നിന്ന് വരുന്നതാണ്? ഒരു സൃഷ്ടിയിൽ നിന്ന് വരുന്നതാണോ? ഒരിക്കലുമല്ല, സൃഷ്ടിയിൽ നിന്ന് വരുന്നതല്ല. ഈ 3 വ്യത്യസ്തമായി കാണിക്കുന്ന വാക്യങ്ങളാണ് നമ്മൾ കാണുന്നത്. കൃപ ദൈവത്തിൻ്റെത് മാത്രമാണ്. ദൈവമാണ് മനുഷ്യനോട് കൃപ കാണിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ കൃപ എന്ന് പറയുമ്പോൾ കർത്താവ് നമ്മളോട് കൃപ കാണിച്ചു എന്നാണ്. കൃപ ദൈവം നമുക്ക് തരുന്നതാണ്. ഒരു സൃഷ്ടിക്ക് നമ്മളോട് കൃപ കാണിക്കാൻ പറ്റില്ല. കരുണ കാണിക്കാം. കരുണ എന്ന് പറയുന്ന ആർക്കും ആരോടും കാണിക്കാം. പക്ഷേ കൃപ എന്ന് പറയുന്ന ദൈവത്തിന് മാത്രം നമ്മോട് കാണിക്കാൻ പറ്റുന്ന കാര്യമാണ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും. നമുക്ക് പരിശുദ്ധാത്മാവ് ദൈവമാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. ദൈവം തന്നെയാണ്, ദൈവത്തിന്റെ ആത്മാവാണല്ലോ. ചിലപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് ആൾ കാണുന്നുണ്ടായിരിക്കില്ലെന്ന് മാത്രമേ ഉള്ളൂ. പരിശുദ്ധാത്മാവ് ദൈവമല്ലെന്ന് ആർക്കും പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും കൂടെ തന്നെയാണ് യേശുക്രിസ്തുവിന്റെ കാര്യവും പറയുന്നത്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം എഫെസ്യർ 4:4 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ സഭയുടെ കാര്യം പറയുമ്പോൾ അവിടെ പറയുന്നത് ഒരു ശരീരമാണ്, ഒരേ ആത്മാവിനാൽ നമ്മൾ ഒരേ പ്രത്യാശയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നു, നമുക്ക് കർത്താവ് ഒരുവൻ ദൈവം ഒരുവൻ എന്ന് എടുത്തു പറയുന്നുണ്ട്. ഇതിന്റെ ദൈവമായ കർത്താവ് എന്നാണ് പഴയ നിയമത്തിൽ റെവലേഷൻ. പുതിയ നിയമത്തിൽ ദൈവവും കർത്താവും സെപ്പറേറ്റ് ആയിട്ട് കാണുന്നു. അതുകൊണ്ടാണ് ഇതിനെ പുതിയ നിയമത്തിൽ പെർഫെക്റ്റ് ആയിട്ട് ഒരു വെളിച്ചം അത് എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ച് രക്ഷകനായ ദൈവമായ കർത്താവ് എന്ന് യേശുക്രിസ്തുവിനെ കുറിച്ച് നമുക്ക് പുതിയ നിയമത്തിൽ കാണാൻ സാധിക്കും. 2 കൊരിന്ത്യ ലേഖനത്തിൽ ഒരു വാക്യമുണ്ട്. നമ്മൾ നേരത്തെ വായിച്ചതുപോലെ 13:14 വായിച്ചതുപോലെ പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും സെപ്പറേറ്റ് ആയിട്ട് കാണുന്ന വാക്യമുണ്ട്. അതുപോലെ 1 പത്രോസിലും ഇങ്ങനെ തന്നെ നമുക്ക് കാണാം, പരിശുദ്ധാത്മാവിന്റെ വിശദീകരണം പ്രാപിച്ച് അനുസരണം കാണിക്കാനും, അത് കർത്താവിനോട് അനുസരണമുള്ളവരായിരിക്കാൻ അവന്റെ രക്തത്താൽ തളിക്കപ്പെട്ടവർ. ആ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെയും പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും ഒരേ കാര്യത്തിൽ 3 വ്യക്തികളായിട്ട് സെപ്പറേറ്റ് ആയിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നതായിട്ട് കാണാം. ഈക്വൽ ആയിട്ട് തന്നെ, ഈക്വൽ ആണ് പക്ഷെ സെപ്പറേറ്റ് ആണ്. ഈക്വൽ ആൻഡ് സെപ്പറേറ്റ് ക്രെഡിറ്റോട് കൂടി രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണാം. നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. 1 പത്രോസ് 1:2 പിതാവായ ദൈവത്തിന്റെ മുന്നറിവിനൊത്തവണ്ണം, അപ്പോൾ പിതാവിനെ കുറിച്ച് പറഞ്ഞു, ആത്മാവിന്റെ വിശദീകരണം പ്രാപിച്ച അനുസരണം കാണിപ്പാനും, അപ്പോൾ ആത്മാവിന്റെ കാര്യം പറഞ്ഞു, യേശുക്രിസ്തുവിന്റെ രക്തത്താൽ തളിക്കപ്പെടുവാനുമായി വൃതന്മാരായവർക്ക് എഴുതുന്നത്. അപ്പം രക്ഷയെ സംബന്ധിച്ച് ത്രിയേക ദൈവം എങ്ങനെയാണ് ഇടപെടുന്നതെന്ന് ഇവിടെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പിതാവിന്റെ മുന്നറിവിനോടൊപ്പം അനുസരിച്ച് പുത്രന്റെ രക്തത്താൽ തളിക്കപ്പെടുവാനും ആത്മാവിന്റെ വിശദീകരണം പ്രാപിച്ച് അനുസരണം കാണിക്കാനുമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ അവർക്ക് എഴുതുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് വളരെ വ്യക്തമായിട്ട് ദൈവത്തിന്റെ ത്രിയേകത്വവും നമുക്കിവിടെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അതുപോലെ യൂദായുടെ പുസ്തകം 20-21 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് തൃത്വം നമുക്ക് കാണാൻ സാധിക്കും. അവിടെ ഇങ്ങനെയാണ്, പ്രിയമുള്ളവരെ, നിങ്ങളുടെ 20-21 നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീകവർദ്ധന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ കരുണയ്ക്കായി കാത്തിരുന്നുകൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളു. അപ്പോൾ നോക്കി, ഇവിടെ എല്ലാം 3 വ്യത്യസ്തമായ കാര്യം: ദൈവത്തിന്റെ സ്നേഹം, പുത്രന്റെ കരുണ, പരിശുദ്ധാത്മാവിലുള്ള നടത്തിപ്പ്. ഇത് 3 ചേർന്നാണ് ആ വാക്യം നമ്മളെ ആ തൃത്വത്തെക്കുറിച്ച്, ത്രിയേകത്വത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നത്. പലപ്പോഴും എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആളുകൾക്ക് ഈ തൃത്വം ഇഷ്ടമില്ല. അതിന്റെ പ്രധാനപ്പെട്ട കാരണം, ഒത്തിരി പേര് അവരുടെ ബുദ്ധിയിൽ വിചാരിക്കും ദൈവം ഒന്നായ പിന്നെ 3 പറ്റത്തില്ലെന്ന്. നമുക്ക് പറ്റില്ലായിരിക്കും, പക്ഷെ ദൈവത്തിന് പറ്റും. കാരണം ദൈവം ഇൻഫിനിറ്റ് ആണ്. ഈ ഇൻഫിനിറ്റിയെ കുറിക്കാൻ പലപ്പോഴും 3 എന്നുള്ളത് ഉപയോഗിക്കുന്നുണ്ട്. ദൈവം 3 വ്യക്തികൾ എന്ന് പറയുമ്പോൾ തന്നെ ഇൻഫിനിറ്റ് ഗോഡിനെയാണ് ഈ തൃത്വ ഉപദേശത്തിലൂടെ വെളിപ്പെടുത്തുന്നത്. 3 വ്യക്തികളേ ഉള്ളൂ, ബട്ട് ദാറ്റ് ഓൾസോ ഷോസ് ദർ ഇൻഫിനിറ്റി. ഓക്കെ, ഈ ഇൻഫിനിറ്റ് നേച്ചർ ഓഫ് ഗോഡ്. അതുപോലെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും വ്യത്യസ്തരായി നമുക്ക് അനേകം വാക്യങ്ങളിലൂടെ നമ്മൾ കാണുന്നുണ്ട്. ഒരേ ഫംഗ്ഷനിൽ വ്യത്യസ്തമായ കാര്യങ്ങൾ ചെയ്യുന്നവരായിട്ട്, ഒരേ ഫൗണ്ടേഷനിൽ നിന്ന് വ്യത്യസ്തമായ കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ദൈവത്തിന്റെ ത്രിയേകത്വം എന്ന് പറയുന്നത് തീർച്ചയായും വളരെ നിർബന്ധമുള്ള ഒരു ഉപദേശമാണ്. ഇതിനെക്കുറിച്ച് വേദശാസ്ത്രജ്ഞന്മാർക്കുണ്ടായിരുന്ന സത്യസന്ധത എന്നുള്ളതും വളരെ പ്രകടമാണ്. നിങ്ങൾക്കറിയാമല്ലോ, യഹോവ സാക്ഷികളെ പോലുള്ളവർ അവരുടെ ഉപദേശം തെളിയിക്കാൻ വേണ്ടി അവർ വ്യത്യസ്തമായ ഒരു ബൈബിൾ തന്നെ ഉണ്ടാക്കി. ഈ വ്യത്യസ്തമായ ബൈബിൾ ന്യൂ വേൾഡ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന ട്രാൻസ്ലേഷൻ, അതിനകത്ത് ഒത്തിരി വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിമറിച്ച് ബൈബിളിന് രൂപാന്തരം വരുത്തിയാണ് അവർ. എന്നിട്ട് ഇതാണ് ഒറിജിനൽ എന്ന് അവരുടെ ആൾക്കാരെ വിശ്വസിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഈ പ്രൊട്ടസ്റ്റന്റ് ചർച്ച് അല്ലെങ്കിൽ ഇവാഞ്ചലിക്കൽ ചർച്ച്, അവർ തൃത്വത്തിൽ വിശ്വസിക്കുന്ന ചർച്ച് തന്നെ ഏറ്റവും ശക്തമെന്ന് ആളുകൾക്ക് ചിന്തിക്കാവുന്ന ഒരു വാക്യം 1 യോഹന്നാൻ 5:7 ഇങ്ങനെയും കിങ് ജെയിംസ് ബൈബിളിലുണ്ട്. നിങ്ങളുടെ ഒരു കിങ് ജെയിംസ് ബൈബിൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ തമിഴ് ബൈബിൾ ഉണ്ടെങ്കിൽ ഈ വാക്യം അതിനകത്തുണ്ട്. ഇങ്ങനെയാണ് 1 യോഹന്നാൻ 5:7 ഫോർ ദർ ആർ 3 ദാറ്റ് ബെയർ റെക്കോർഡ് ഇൻ ഹെവൻ. സ്വർഗത്തിൽ സാക്ഷ്യം പറയുന്നവർ 3 ഉണ്ട്: ദ ഫാദർ, ദ വേർഡ് ആൻഡ് ദ ഹോളി ഗോസ്റ്റ്. പിതാവ്, വചനം, പരിശുദ്ധാത്മാവ്. ആൻഡ് ദീസ് 3 ആർ വൺ. ഇത് 3 ഒന്ന് തന്നെയാണ്. ഇതാണ് വാക്യം. ആ വാക്യം വേറെ ട്രാൻസ്ലേഷൻസിൽ ഇല്ല. അതുകൊണ്ട് നമ്മൾ ഈ വാക്യം ഒരിടത്തും കോട്ട് ചെയ്യാറില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഏർലിയസ്റ്റ് ട്രാൻസ്ലേഷൻസിൽ ഈ വാക്യം കാണാനില്ലാത്തതുകൊണ്ട്, ഏറ്റവും ഫസ്റ്റ് മാനുസ്ക്രിപ്റ്റ്സിൽ നിന്ന് കാണാനില്ലായിരുന്നു. അതുകൊണ്ട് ഈ വാക്യത്തെക്കുറിച്ചൊരു സംശയം തോന്നിയതുകൊണ്ട് അത് വേണ്ട എന്ന് വെക്കായിരുന്നു. കാരണം നമുക്ക് കൃത്യമായ ഒരു ഓണസ്റ്റിയോട് കൂടി നമ്മൾ ബൈബിളിനെ സമീപിക്കേണ്ട ആവശ്യമേ ഉള്ളൂ. പ്രിയ സഹോദരങ്ങളെ, തൃത്വോപദേശം ഒരുപക്ഷെ നിങ്ങളുടെ ബുദ്ധി കൊണ്ട് നോക്കിയിട്ട് അവഗണിക്കുമായിരിക്കാം.
പക്ഷേ ദൈവത്തിൻ്റെ വചനം നോക്കിയിട്ട് അവഗണിക്കാൻ സാധിക്കില്ല. പലപ്പോഴും അവിടെ നിന്ന് ഇവിടെ നിന്നും ഒരു സൈഡിൽ നിന്ന് മാത്രമുള്ള വചനം കോട്ട് ചെയ്തിട്ട് യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ നിഷേധിക്കുന്നവരും പരിശുദ്ധാത്മാവിൻ്റെ എന്ന വ്യക്തിയെ നിഷേധിക്കുന്നവരും പരിശുദ്ധാത്മാവിനെതിരെ പാപം ചെയ്യുന്നവരും അനേകം ആളുകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ വചനത്തിൻ്റെ എവിഡൻസ്, ദ ബേർഡൻ ഓഫ് ദ എവിഡൻസ് ഇൻ ദ സ്ക്രിപ്ചർ, നമുക്കതിനൊരിക്കലും അവഗണിക്കാൻ സാധിക്കില്ല.